കസ്റ്റഡിയിൽ വിട്ട സ്കൂട്ടർ തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇയാളിൽ നിന്നും പിടിച്ചെടുത്ത പെൻഡ്രൈവ്, മൊബൈൽ ഫോണുകൾ, ഐപാഡ് എന്നിവ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധിക്കുകയാണ്. അനന്തു കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചോദ്യം ചെയ്യൽ നടക്കുന്നത്. കൊച്ചിയിൽ നിന്നും ഉമേഷ് ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട്. ഉമേഷ്, വലിയ തോതിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് എന്ന നിലയിലേക്ക് വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, കൂടുതൽ വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് മുന്നിലുള്ളത്. ഈ ദിവസങ്ങളിൽ വളരെ വിശദമായി തന്നെ പോലീസിന് അന്വേഷിക്കേണ്ടുന്ന, കണ്ടെത്തേണ്ടുന്ന നിരവധി പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാവ്യ, ഏറെ നിർണായകമാണ് ഈ അനന്തകൃഷ്ണൻ്റെ ഈ 5 ദിവസത്തെ കസ്റ്റഡി. കാരണം ഒട്ടേറെ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. ഈ കിട്ടുന്ന സമയം കൊണ്ട് പരമാവധി വിവരങ്ങൾ ഇയാളിൽ നിന്ന് ചോർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് 450 കോടിയോളം രൂപയുടെ വലിയൊരു തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലാണ്. അത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. അവിടെ 3 പേരുടെ പരാതിയിലെടുത്ത ആ കേസിലാണ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ പോയ അനന്തകൃഷ്ണനെ ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയത്. മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തേക്കാണ് ഇയാളെ കസ്റ്റഡിയിൽ വിട്ട് നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഈ കോടികൾ ഇയാൾ പിരിച്ചെടുത്ത ഈ പണം എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ പോലീസ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച ഈ കസ്റ്റഡി അപേക്ഷയിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇയാൾക്ക് ഉന്നത ബന്ധമുണ്ട്, ഉന്നതരായ രാഷ്ട്രീയക്കാരുമായൊക്കെ ഇയാൾക്ക് ബന്ധമുണ്ട്. ഒപ്പം ഇയാൾ ബിനാമി പേരിലടക്കം നിരവധി സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. കേരളത്തിലടക്കം ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തും ഒക്കെ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ബന്ധുക്കളുടെ പേരിലും ഭൂമി വാങ്ങിയിട്ടുണ്ട്. ഇയാൾ ഈ സമാഹരിച്ച പണം മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പല വിവരങ്ങൾ പോലീസിന് അന്വേഷണ മധ്യേ ലഭിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ കൃത്യത വരുത്തേണ്ടത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ 5 ദിവസത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ഇയാളിൽ നിന്ന് ഉത്തരം തേടുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇതിനിടെ തെളിവെടുപ്പുമുണ്ട്. ഈ മറ്റ് ക്രിമിനൽ കേസുകളിൽ കാണുന്ന പോലെ തെളിവെടുപ്പിനേക്കാൾ ഇതിൽ പ്രധാനമായി വരുന്നത് ഇയാളിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക എന്നുള്ളതാണ്. പറയുന്ന വിവരങ്ങളനുസരിച്ച് ആവശ്യമെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക്, ഈ തട്ടിപ്പിന് കേന്ദ്രമാക്കി പ്രവർത്തിച്ച ഓഫീസിലേക്ക്, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതിലുപരിയാണ് ഈ പ്രധാനപ്പെട്ട ഈ പണം എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ. ആരൊക്കെയായാണ് ഇയാൾ ഇടപാടുകൾ നടത്തിയത്? കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻറ്റുമായി സാമ്പത്തിക ഇടപാട് നടത്തിയതിൻ്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ കൂടുതൽ സാമ്പത്തിക ഇടപാടുകൾ ഇയാൾ ആരൊക്കെയായാണ് നടത്തിയത്? നിലവിൽ തന്നെ ഇയാളുടെ 19 അക്കൗണ്ടുകളാണ് പോലീസ് മരവിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നത്. 3.25 കോടി രൂപ മാത്രമാണ് ഇയാളുടെ ഈ 19 അക്കൗണ്ടുകളിലായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മരവിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ബാക്കി പണം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇയാൾ ഉത്തരം പറയണം. മാത്രമല്ല, ഇയാൾക്ക് ഈ പദ്ധതിക്ക് വേണ്ടി സ്കൂട്ടർ ലഭിക്കാൻ വേണ്ടി സ്കൂട്ടറും ഗൃഹോപകരണങ്ങൾ, തയ്യൽ മെഷീൻ, അങ്ങനെയുള്ള വിവിധ ഉപകരണങ്ങൾ പകുതി വിലയ്ക്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. അങ്ങനെ രജിസ്റ്റർ ചെയ്തവർ ആരൊക്കെയാണ്? അവരുടെ പേരുവിവരങ്ങൾ പൂർണ്ണമായും പോലീസ് സമാഹരിക്കുന്നുണ്ട്. ഒപ്പം ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത ഐപാഡ്, മൊബൈൽ ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്. അവയുടെയൊക്കെ ഒരു വിശദമായ പരിശോധന വിദഗ്ധരുടെ സഹായത്തോടെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ നിർണായക തെളിവുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ ഇന്നും നാളെയും ഒക്കെ തുടർന്ന് ഈ മാസം 10 വരെ കസ്റ്റഡി കാലാവധി ഉണ്ട്. അതിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ഇയാളിൽ നിന്ന് ചോർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാവ്യ. ശരി, ഉമേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അനന്തകൃഷ്ണന്റെ കസ്റ്റഡി കാലാവധി തുടരുകയാണ്. വളരെ നിർണായകമായ ചോദ്യം ചെയ്യൽ, ഡിജിറ്റൽ രേഖകൾ അടക്കമുള്ളവയുടെ പരിശോധന ഉൾപ്പെടെ നടക്കും.